ഇതിനകത്ത് വീടുകളാണ്, മുഴുവൻ വീടുകളും ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. അധികം പോകാനാവില്ല, കാരണം ഞാൻ ചളിക്ക് അകത്തേക്ക് പൂണ്ടുപോകും. ഇതിനകത്ത് ആളുകളുണ്ട്, വീടുകളുണ്ട്. ഈ കാണുന്നതാണ് ധരാലി ഗ്രാമം. നോക്കൂ, ഒരു നദി ചളിയും മണ്ണും കൊണ്ട് ഗ്രാമത്തെ മൂടിയിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, ഇവിടെ വലിയൊരു പുഴയുണ്ടായിരുന്നു. പക്ഷെ ആ പുഴ ഇപ്പോൾ പല ഭാഗങ്ങളായി ഒഴുകുകയാണ്. വീടുകളെല്ലാം ചളിയിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം നേരത്തെ സങ്കല്പിച്ചതിലും എത്രയോ ഭീകരമാണ്, എത്രയോ ഭയാനകമാണ് ധരാലിയിലെ ഈ നേർക്കാഴ്ചകളെന്ന് ഉറപ്പായും പറയാൻ സാധിക്കും. എത്ര പേര് ഇവിടെ പോയി, എത്ര പേരെ കാണാനില്ല. ആരൊക്കെയാണ് ഈ ചെളിക്കും മണ്ണിനും അടിയിൽ കിടക്കുന്നത് ഒന്നും വ്യക്തമല്ല. 6 മൃതശരീരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു ഡെറാഡൂണിലേക്ക്. മണ്ണിന് മുകളിലൂടെ നടക്കുമ്പോൾ ഇതിന് താഴെ എത്രത്തോളം വീടുകൾ ഉണ്ടായിരുന്നു, കാണാതായവർ ഇതിനടിയിലാണോ പെട്ടുകിടക്കുന്നത് എന്നടക്കമുള്ള സംശയം. നോക്കൂ, ഇവിടെ ഒന്നും പരിശോധന നടന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം മണ്ണുമാന്തികളൊന്നും തന്നെ എത്തിച്ചിട്ടില്ല. ഈ മണ്ണെല്ലാം മാറ്റി നോക്കി, പാറക്കല്ലെല്ലാം തന്നെ മാറ്റി നോക്കി. ഇതിനടിയിൽ ജീവനുണ്ടോ, ജീവന്റെ ശേഷിപ്പ് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഒരു രീതിയിലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്താൻ സാധിക്കില്ല. കാരണം കാലാവസ്ഥ അത്രത്തോളം മോശമാണ്. ഹെലികോപ്റ്ററുകളിൽ ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല. ആ വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അത് ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും എന്തെങ്കിലും അവശേഷിപ്പ് ഇവിടെ ഉണ്ടായാൽ അത്രയും ഭാഗം വളരെ പരിമിതമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.